നമസ്കാരം. പ്രധാന വാർത്തകൾ. തൊടുപുഴയിലും പരിസര പ്രദേശങ്ങളിലും മോഷ്ടാക്കളുടെ വ്യവഹാരം തുടരുന്നു. ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അംഗവൈകല്യം സംഭവിച്ചവരുടെ കായികമേള കുമാരമംഗലം MKNM ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചു. കേരള വിശ്വകർമ്മ സഭ കരിമണ്ണൂർ ശാഖാ വാർഷികം ആഘോഷിച്ചു. തൊടുപുഴ സെന്റ് മേരീസ് യാക്കോബായ പള്ളിയിൽ തിരുനാൾ ആഘോഷിച്ചു. ഇതോടനുബന്ധിച്ച് തൊടുപുഴ നഗരത്തിൽ തിരുപ്രദക്ഷിണവും നടന്നു. വാർത്തകൾ വിശദമായി. തൊടുപുഴയിലും പരിസര പ്രദേശങ്ങളിലും മോഷ്ടാക്കളുടെ വ്യവഹാരം തുടരുന്നു. വീട്ടമ്മയുടെ മാല അപഹരിക്കാൻ ശ്രമിച്ചവരെ തൊടുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തു. പിക്കപ്പ് വാനിലെത്തി വീട്ടമ്മയുടെ മാല പറിച്ചെടുത്തെങ്കിലും കൊളുത്തുവിട്ട് താഴെ വീണതിനാൽ മോഷ്ടാക്കൾക്ക് കൊണ്ടുപോകാനായില്ല. വെള്ളിയാഴ്ച വൈകിട്ട് 5:30 മൈലക്കൊമ്പ് പള്ളിക്ക് സമീപം റോഡിലൂടെ നടന്നുപോയ തൊട്ടാരത്ത് വാസുവിന്റെ ഭാര്യ വിലാസിനിയുടെ മാലയാണ് പറിച്ചെടുത്തത്. പിക്കപ്പ് വാൻ അടുത്തു നിർത്തിയ ശേഷം കടലാസിൽ എന്തോ എഴുതി ഈ വിലാസം അറിയാമോ എന്ന് ചോദിച്ചു. ഇതിനിടെ അടുത്തു നിന്നയാൾ മാല പൊട്ടിച്ചെടുക്കുകയായിരുന്നു. ബഹളം വെച്ചതോടെ മോഷ്ടാക്കൾ വാനിൽ കയറി സ്ഥലം വിട്ടു. വീട്ടമ്മ പിക്കപ്പ് വാനിന്റെ നമ്പർ മനസ്സിലാക്കി സമയോചിതമായി തൊടുപുഴ പോലീസിനെ അറിയിച്ചതിനാൽ പോലീസ് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ 3 യുവാക്കളെ പിടികൂടി. ശനിയാഴ്ച രാത്രി 8:00 മടക്കത്താനത്ത് വച്ച് മോഷ്ടാക്കളെ പിടികൂടിയത്. തൊടുപുഴ ഉണ്ടപ്ലാവ് സ്വദേശികളായ മാഹിൻ, ഷാമോൻ, ഫൈസൽ എന്നിവരെയാണ് തൊടുപുഴ SI S സുബ്രഹ്മണ്യന്റെ നേതൃത്വത്തിൽ പിടികൂടിയത്. വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക് ഒരു വിലാസിനി 62 വയസ്സുണ്ടവർക്ക്. അവര് കൂലിവേലൊക്കെ എടുത്ത് ജീവിക്കുന്ന ഒരു സ്ത്രീ. അവര് ജോലിയും കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ മൈലക്കൊമ്പുള്ള ഭാഗത്ത് വെച്ച് ഒരു റോഡിൽ കൂടി അവർ നടന്നു വരുമ്പോ ഒരു പിക്കപ്പ് വണ്ടി വരികയും ആ പിക്കപ്പ് വണ്ടിയിൽ 3 പേരുണ്ടായിരുന്നു. അപ്പൊ അതില് സൈഡിൽ ഇരുന്ന ആള് ഒരു തുണ്ടുകടലാസ് ഇവരുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് ഈ അഡ്രസ്സ് അറിയാമോ അമ്മച്ചി എന്ന് ചോദിക്കണം. അപ്പൊ അമ്മച്ചി ഈ പേപ്പർ മേടിക്കുന്ന സമയത്ത് സൈഡിൽ ഇരുന്നവൻ പെട്ടെന്ന് അവരുടെ കഴുത്താൽ കിടന്ന മാല പിടിച്ച് പൊട്ടിക്കാൻ ശ്രമിക്കുകയും അമ്മച്ചി ഉടനെ തന്നെ ഇത് നല്ല ബോൾഡായിട്ടുള്ള ഒരു സ്ത്രീയാണ്, 62 വയസ്സുള്ളെങ്കിലും അവര് ഇത് കടന്നു പിടിക്കുകയും ഇവരുടെ കയ്യിൽ തന്നെ മാല കിട്ടിയാൽ പൊട്ടിപ്പോയായിരുന്നു മാല. എന്നാൽ ഇവരുടെ കയ്യിൽ തന്നെ മാല കിട്ടാൻ ഇവന്മാരപ്പം തന്നെ ഈ പിക്കപ്പ് വണ്ടിയായിട്ട് സ്ഥലം പിടിയാണ്. പക്ഷെ ഇവര് ഉടനെ തന്നെ ആ വണ്ടിയുടെ നമ്പർ മനസ്സിൽ നോട്ട് ചെയ്യാണ്, ഇന്ന നമ്പർ വണ്ടിയാണെന്ന്. ഉടനെ പോലീസിനെ വിളിച്ച് ഇവര് അറിയിക്കുകയാണ്. ഞങ്ങളപ്പോ അത് പാലയില AMV ബെന്നി സാറ് ഞങ്ങളെ അതിൽ ഒരുപാട് സഹായിച്ചു. അദ്ദേഹം അപ്പൊ തന്നെ ഞങ്ങളെ വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ ആ വണ്ടിയുടെ RC ഓണറുടെ അഡ്രസ്സ് കൃത്യമായിട്ട് എടുത്തു തന്നെ ഞങ്ങൾ അഡ്രസ്സുകാരനെ തപ്പിയെടുക്കണം. അഡ്രസ്സുകാരൻ അപ്പോഴാണ് പറയണത് ഫൈസൽ എന്ന് പറഞ്ഞ് ബഷീർ മകൻ ഫൈസൽ, ഇന്ദിങ്കൽ ഹൗസ്, ഉണ്ടപ്ലാവ്, കാരിക്കോട്. ഇയാൾക്ക് വണ്ടി 6 മാസമായിട്ട് ഓടിക്കാൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. തുടർന്നുള്ള അന്വേഷണത്തിലാണ് മനസ്സിലായത് മാഹിൻ എന്ന് പറയുന്ന ഒരു പയ്യനും എല്ലാവരും 20 വയസ്സുള്ള ചെറുപ്പക്കാരാണ് ഇവരെല്ലാവരും. ഷാമോൻ എന്ന് പറഞ്ഞൊരു പയ്യനും ഈ ഫൈസലും കൂടിയാണ് ഈ ഓപ്പറേഷൻ നടത്തിയത്. ഇവർക്ക് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നെന്നാണ് അവർ പറയുന്നത്. അതിന്റെ സാമ്പത്തികം ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ഓപ്പറേഷൻ നടത്തുന്നത്. ഞങ്ങൾക്ക് അവരെ കഴിഞ്ഞ ദിവസം മടക്കത്താനത്ത് വെച്ച് ഇവരെ ട്രാപ്പ് ചെയ്ത് ഞങ്ങൾ അറസ്റ്റ് ചെയ്യായിരുന്നു. അതിന്റെ കൂടുതലായിട്ടുള്ള അന്വേഷണം നടന്നു വരികയാണ്. ഇതിപ്പോ ഒരു കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ അത് പോലീസിന് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒരു ഇതുപോലെ പ്രായമുള്ള സ്ത്രീകളുടെ അടുത്ത് ചെന്നിട്ട് ഈ ഒരു തുണ്ടു പേപ്പർ കൊടുത്തിട്ട് അമ്മച്ചി ഈ അഡ്രസ് ഏതാണ്, അത് ജനങ്ങളത് മനസ്സിലാക്കണം. ഇതില് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ ഇതിലൊരു സ്നാച്ചിങ്ങിന്റെ ഒരു സസ്പെക്ട് നമ്മൾ മനസ്സിലാക്കണം. ഈ അമ്മച്ചിക്ക് കുറച്ചും കൂടി ബുദ്ധിയുള്ളതുകൊണ്ടാണ് ഇതൊക്കെ ഇത്രയെങ്കിലും സാധിച്ചത്. കോമൺ ആയിട്ട് കണ്ടുവരുന്നത് ഈ സ്ലിപ്പ് കൊടുക്കും, ഉടനെ ഇവര് ഇത് സ്ലിപ്പ് മേടിച്ചിട്ട് ഇത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവരങ്ങോട്ട് പറിച്ചു വിട്ടുപോകും. അതുകൂടാതെ കടകളിൽ ചെന്നിട്ട് സിഗരറ്റ് വേണം എന്നും പറഞ്ഞ് സിഗരറ്റ് മേടിക്കുന്ന സമയത്ത് പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകുക. ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ ജനങ്ങൾ കുറെ ശ്രദ്ധിക്കണം. കൊണ്ടിരിക്കുന്ന സമയത്ത് അവരങ്ങോട്ട് പറിച്ചു വിട്ടുപോകും. അതുകൂടാതെ കടകളിൽ ചെന്നിട്ട് സിഗരറ്റ് വേണം എന്നും പറഞ്ഞ് സിഗരറ്റ് മേടിക്കുന്ന സമയത്ത് പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകുക. ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ ജനങ്ങൾ കുറെ ശ്രദ്ധിക്കണം. ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അംഗവൈകല്യം സംഭവിച്ചവരുടെ കായികമേള കുമാരമംഗലം MKNM ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചു. മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ലയൺസ് പാരലിം എന്ന പേരിൽ സംഘടിപ്പിച്ച കായികോത്സവമാണ് കുമാരമംഗലം MKNM ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചത്. സാധാരണക്കാരിൽ നിന്ന് വ്യത്യസ്തമായി പരസഹായമില്ലാതെ ജീവിക്കാൻ കഴിയാത്ത അംഗവൈകല്യം സംഭവിച്ച കുട്ടികളെ സംഘടിപ്പിച്ച് അവരെ മാനസികമായി വളർത്തുന്നതിനും
കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുമാണ് കായികമേള സംഘടിപ്പിച്ചതെന്ന് ലയൺസ് ഭാരവാഹികൾ പറഞ്ഞു. കോട്ടയം, എറണാകുളം, ഇടുക്കി എന്നീ 3 ജില്ലകളിൽ നിന്നായി 1500ഓളം പേരാണ് മേളയിൽ അണിനിരക്കുന്നത്. വിജയികൾക്കും പങ്കെടുപ്പിക്കുന്ന സ്ഥാപനങ്ങൾക്കും ക്യാഷ് അവാർഡ് നൽകുന്നുണ്ട്. കുമാരമംഗലം MKNM സ്കൂളിൽ നടന്ന കായികമേളയുടെ ഉദ്ഘാടനം മന്ത്രി PJ ജോസഫ് നിർവഹിച്ചു. PT തോമസ് MP മുഖ്യപ്രഭാഷണം നടത്തി. ലയൺസ് ക്ലബ്ബ് ഭാരവാഹികളും മേളയിൽ പങ്കെടുത്തു. തൊടുപുഴ സെന്റ് മേരീസ് യാക്കോബായ പള്ളിയിൽ തിരുനാൾ ആഘോഷിച്ചു. ഇതോടനുബന്ധിച്ച് തൊടുപുഴ നഗരത്തിൽ തിരുപ്രദക്ഷിണവും നടത്തി. തൊടുപുഴ സെന്റ് മേരീസ് യാക്കോബായ ദേവാലയ തിരുനാളിനോടനുബന്ധിച്ചാണ് തൊടുപുഴ നഗരത്തിൽ 100 കണക്കിന് വിശ്വാസികൾ അണിനിരന്ന തിരുപ്രദക്ഷിണം നടന്നത്. ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ ദീപം തെളിയിച്ച് സന്ധ്യയോടെ തൊടുപുഴ നഗരം ചുറ്റി പള്ളിയിൽ പ്രദക്ഷിണം സമാപിച്ചു. തുടർന്ന് സന്ധ്യാപ്രാർത്ഥനയും നടന്നു. മുസ്ലിം മതവിശ്വാസികൾ മഹാപ്രവാചകനായ മുഹമ്മദ് നബിയുടെ ഓർമ്മകൾ ഒരിക്കൽ കൂടി സ്മരിച്ചുകൊണ്ട് നബിദിനം ആഘോഷിക്കുന്നു. നബിദിനത്തോടനുബന്ധിച്ച് വിവിധ സ്ഥലങ്ങളിൽ ഘോഷയാത്രയും സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രവാചക ശ്രേഷ്ഠൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 1488ാമത് ജന്മദിനം ലോകമെമ്പാടുമുള്ള മുസ്ലിമുകൾ ആഘോഷിക്കുകയും ആചരിക്കുകയുമാണ്. തൊടുപുഴയിലെ മുസ്ലിമീങ്ങളും പൂർവാധികം ഭംഗിയായി ഈ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നു. നിരക്ഷരൻ എന്നതാണ് പ്രവാചക ശ്രേഷ്ഠന്റെ സ്വഭാവങ്ങളിൽ, പ്രത്യേകതകളിൽ പ്രധാനമായ ഒന്ന്. ഒരു ഗുരുമുഖത്തിരുന്ന് അക്ഷരാഭ്യാസം നടത്താതിരുന്നതിന്റെ കാരണം സൃഷ്ടികളിൽ ആരും അവിടുത്തെ ഗുരുവാവുകയോ ആ നിലയിൽ ഒരാളെ വന്ദിക്കുകയോ ചെയ്യാതിരിക്കുക എന്ന ദൈവനിശ്ചയം നടപ്പാക്കലാണ്. പകരം ദൈവസന്നിധിയിൽ നിന്ന് അറിവിന്റെ അഗാധതകളിലേക്ക് ഊളിയിട്ട് സഞ്ചരിക്കുവാനുള്ള സർവ്വവാതിലുകളും ദൈവം തുറന്നുകൊടുത്തു. രക്ഷിതാവെ, എനിക്ക് അറിവ് അധികരിപ്പിച്ച് തരയണമേ എന്ന പ്രാർത്ഥനയിൽ നിരതനാകാനുള്ള കൽപ്പന ദൈവത്തിന്റെ ഭാഗത്തു നിന്ന് നബിയിലെത്തുന്നു. ചൈനയിൽ പോയിട്ടെങ്കിലും അറിവ് കരസ്ഥമാക്കാൻ ഉപദേശിക്കുന്ന പ്രവാചകനെയാണ് പിന്നീട് ലോകം കാണുന്നത്. ഇന്ന് കാണുന്ന സർവ വൈജ്ഞാനിക കടന്നുകയറ്റങ്ങളുടെയും തുടക്കവും കാരണവും പ്രവാചകന്റെ അറിവിന്റെ ഒരു ചെറിയ അംശം മാത്രമാണ്. ലോകം വിജ്ഞാനത്തിന്റെ കവാടങ്ങൾ തുറക്കട്ടെ എന്നത് ഇന്നത്തെ നബിദിന സന്ദേശങ്ങളിൽ ഞാൻ ആശംസിക്കുകയാണ്. മീഡിയ ടുഡേ എന്ന ന്യൂസ് ചാനലിന് എന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും. കേരള വിശ്വകർമ്മ സഭ കരിമണ്ണൂർ ശാഖ വാർഷികം ആഘോഷിച്ചു. പ്രധാന വാർത്തകൾ കാണാം ഇടവേളയ്ക്ക് ശേഷം. സീമാസ് വെഡിംഗ് കളക്ഷൻസിന് ഇത് 40ാം ജന്മദിനം. ഈ ആഘോഷവേളയിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് എന്തായിരിക്കും? ₹1000 പർച്ചേസ് ചെയ്താൽ BMW നിങ്ങൾക്ക് സ്വന്തം. ജന്മദിനം സീമാസിന്, ആഘോഷം എനിക്കും നിങ്ങൾക്കും. സീമാസ് വെഡിംഗ് കളക്ഷൻസ്, പാലാ റോഡ്, തൊടുപുഴ. വാർത്തകൾ തുടരുന്നു. കേരള വിശ്വകർമ്മ സഭ കരിമണ്ണൂർ ശാഖ വാർഷികം ആഘോഷിച്ചു. വാർഷികത്തോടനുബന്ധിച്ച് ശോഭയാത്ര, പൊതുസമ്മേളനം, തെരഞ്ഞെടുപ്പ് എന്നിവ നടന്നു. കേരള വിശ്വകർമ്മ സഭ കരിമണ്ണൂർ ശാഖ വാർഷികത്തോടനുബന്ധിച്ച് നടന്ന വർണ്ണാഭമായ ഘോഷയാത്ര കരിമണ്ണൂർ ടൗണിലെ ജനങ്ങൾക്ക് കൺകുളിർക്കെ കണ്ട് ആസ്വദിക്കാൻ കഴിഞ്ഞു. വിവിധ കലാരൂപങ്ങളും കുട്ടികൾ അണിഞ്ഞൊരുങ്ങി കൃഷ്ണരാധാ വേഷങ്ങളും ശോഭയാത്രയെ വർണ്ണാഭമാക്കി. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. കരിമണ്ണൂരിൽ വിശ്വകർമ്മ സഭയുടെ ശാഖാ വാർഷിക പൊതുസമ്മേളനം ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സിബി ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. KVS താലൂക്ക് യൂണിയൻ സെക്രട്ടറി N മുകുന്ദദാസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ അഡ്വക്കേറ്റ് MS വിനയരാജ്, CN സത്യൻ, CK സജി തുടങ്ങിയവർ പ്രസംഗിച്ചു.
കരിമണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബീന ജോളി അവാർഡ് ദാന ചടങ്ങ് നിർവഹിച്ചു. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. ഇപ്പോഴും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഞാനാണെങ്കിൽ നാളെ നിങ്ങളിൽ ഒരാളായി മാറുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം ഉണ്ടാവണമെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ പൊതുവായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നമ്മുടെ എല്ലാവരുടെയും കാഴ്ചപ്പാടുകളും സേവന പ്രവർത്തനങ്ങളും എല്ലാം ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. കൈരളി സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ കരിമണ്ണൂരിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ട് സംബന്ധിച്ച് സംവാദം നടന്നു. റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് 36ാമത് പ്രോഗ്രാമാണ് നടക്കുന്നത്. കൈരളി സാംസ്കാരിക വേദി കരിമണ്ണൂരിൽ ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടിലെ ജനങ്ങളുടെ ആശങ്കകൾ സംബന്ധിച്ച് സംവാദം സംഘടിപ്പിച്ചു. VN വിജയൻ, പ്രൊഫസർ ജോസ്കുട്ടി K ഒഴുകയിൽ, ജോൺ പെരുവന്താനം എന്നിവർ പങ്കെടുത്തു. മാസ് ഓഡിറ്റോറിയത്തിൽ നടന്ന സംവാദത്തിൽ N സദാനന്ദൻ മോഡറേറ്ററായിരുന്നു. P ജോസ് എബ്രഹാം, NR നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇവരുടെ റിപ്പോർട്ടിനകത്ത് എവിടെയെങ്കിലും കല്ല് പൊട്ടിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞാൽ ഉടനെ ഇവരെ വിളിക്കുന്നൊരു പേരുണ്ട്. ഈ പൊട്ടിക്കണമെന്ന് പറയുന്നവരെ, കല്ലിനെ കുറിച്ച് പറയുന്നവരെ വിളിക്കുന്നൊരു പേരുണ്ട്. എന്നാ പാറക്കോറി, മാഫിയ, ഇങ്ങനെ ചില പേരുകൾ വിളിക്കും. പാറ പൊട്ടിക്കണ്ട, മണൽ വാരണ്ട, കല്ലെടുക്കണ്ട, ബദൽ സംവിധാനം എന്താ? പ്രിന്റിംഗ് മേഖല പ്രതിസന്ധിയിലേക്ക്. സംസ്ഥാനത്ത് 5 ലക്ഷത്തോളം തൊഴിലാളികൾ ബുദ്ധിമുട്ടുന്നു. സർക്കാർ സഹായമില്ലെന്ന് ആക്ഷേപം. അസംസ്കൃത വസ്തുക്കളുടെ വിലവർദ്ധനവ് പ്രിന്റിംഗ് മേഖല പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നതായി ഓൾ കേരള പ്രിന്റിംഗ് ലേബേഴ്സ് അസോസിയേഷൻ പറയുന്നു. സംസ്ഥാനത്ത് 5 ലക്ഷം തൊഴിലാളികളാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത്. ഇവരെല്ലാം തൊഴിൽ രഹിതരാവുന്ന തരത്തിലാണ് ഈ രംഗം മുന്നോട്ട് നീങ്ങുന്നത്. പ്രിന്റിംഗിന് ആവശ്യമായ പേപ്പർ, മഷി, പേസ്റ്റ്, മണ്ണെണ്ണ തുടങ്ങിയ അസംസ്കൃത വസ്തുക്കളുടെ വിലവർദ്ധനവും തൊഴിൽ നികുതി, സർവീസ് നികുതി, മറ്റ് ഇതര നികുതികൾ എന്നിവയെല്ലാം ക്രമാതീതമായി വർദ്ധിപ്പിച്ചത് ഈ മേഖലയുടെ മരണമണി മുഴക്കുന്നതിലേക്ക് എത്തിച്ചതായി ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. സർക്കാർ സഹായങ്ങൾ കിട്ടിയില്ലെങ്കിൽ തൊഴിലാളികളും മാനേജ്മെന്റും കൂടി ആലോചിച്ച് പ്രിന്റിംഗ് ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കുന്നതിനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മെഗാ കേബിൾ ഫെസ്റ്റ് 2014 സമാപിച്ചു. ഫെബ്രുവരിയിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ലോഗോ പ്രകാശനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിച്ചു. കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും കേബിൾ സ്കാൻ മാഗസിനും കേരള വിഷൻ ഡിജിറ്റൽ ടിവിയും സംയുക്തമായി സംഘടിപ്പിച്ച മെഗാ കേബിൾ ഫെസ്റ്റ് സമാപിച്ചു. 9, 10, 11 തീയതികളിലായി നടന്ന എക്സിബിഷനിൽ പ്രമുഖ ബ്രോഡ്കാസ്റ്റർമാരും MSOകളും കേബിൾ TV ഓപ്പറേറ്റർമാരും പങ്കെടുത്തു. ഡിജിറ്റലൈസേഷൻ കാലഘട്ടത്തിൽ നടന്ന എക്സിബിഷനോട് ക്രിയാത്മകമായ പ്രതികരണമാണ് കേബിൾ ഓപ്പറേറ്റർമാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. എക്സിബിഷനിലുടനീളം ഉണ്ടായ കേബിൾ ഓപ്പറേറ്റർമാരുടെ സാന്നിധ്യം ഇത് ശരിവയ്ക്കുകയും ചെയ്തു. 11-ാം തീയതി നടന്ന സമാപന ചടങ്ങിൽ ആഭ്യന്തരമന്ത്രിയും ആശംസയർപ്പിക്കാനെത്തി. കേബിൾ TV മേഖലയ്ക്ക് ആവശ്യമായ എല്ലാ സഹായ സഹകരണവും സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന് രമേശ് ചെന്നിത്തല ഉറപ്പു നൽകി. കൂടാതെ ഫെബ്രുവരിയിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ലോഗോ പ്രകാശനവും നിർവഹിച്ചു. 3 ദിവസം നീണ്ടുനിന്ന എക്സിബിഷനിൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയെ പരിചയപ്പെടുത്തുന്നതിനോടൊപ്പം കേബിൾ രംഗത്തും മാധ്യമരംഗത്തും ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് മാധ്യമ ചർച്ചകളും ടെക്നിക്കൽ സെമിനാറുകളും സംഘടിപ്പിച്ചിരുന്നു. കേരളത്തിലെ പ്രമുഖ മാധ്യമ പ്രവർത്തകരും ബ്രോഡ്കാസ്റ്റർമാരും ഈ സെമിനാറുകളിൽ പങ്കെടുത്തു. കേന്ദ്ര സർക്കാരിന്റെ കേബിൾ മേഖലയ്ക്കെതിരായ നയങ്ങൾക്കെതിരെ ദക്ഷിണേന്ത്യയിലെ കേബിൾ ഓപ്പറേറ്റർമാരുടെ സംഘടനയും പ്രവർത്തനം ശക്തിപ്പെടുത്താനും തീരുമാനമായി. സ്റ്റാർ സ്പോർട്സ്, ESPN, വൺ അലയൻസ് തുടങ്ങിയവയായിരുന്നു എക്സിബിഷന്റെ പ്രധാന സ്പോൺസർമാർ. നിര്യാതയായി. കരിമണ്ണൂർ പുളിമൂട്ടിൽ പരേതനായ തോമസിന്റെ ഭാര്യ ത്രേസ്യാമ്മ നിര്യാതയായി. 83 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. തൊടുപുഴയിലും പരിസര പ്രദേശങ്ങളിലും മോഷ്ടാക്കളുടെ വ്യവഹാരം തുടരുന്നു. ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അംഗവൈകല്യം സംഭവിച്ചവരുടെ കായികമേള കുമാരമംഗലം MKM ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചു. കേരള വിശ്വകർമ്മ സഭ കരിമണ്ണൂർ ശാഖ വാർഷികം ആഘോഷിച്ചു. തൊടുപുഴ സെന്റ് മേരീസ് യാക്കോബായ പള്ളിയിൽ തിരുനാൾ ആഘോഷിച്ചു. ഇതോടനുബന്ധിച്ച് തൊടുപുഴ നഗരത്തിൽ തിരുപ്രദക്ഷിണവും നടത്തി. ഇതോടെ ഈ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.